ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഖുർആന് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്, എന്നിട്ടും എനിക്കെന്താണ് സമാധാനം ലഭിക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സമാധാനം രണ്ട് തരത്തിലാണ് നമുക്കുള്ളത്. ഒന്ന്, മറ്റുള്ളവർ നമുക്ക് നൽകാത്ത സമാധാനം. അങ്ങനെ സമാധാനം തരാതിരിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിലുള്ളതാണ്. അള്ളാഹു നമ്മളെ ഓരോ കാര്യത്തിലും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളെ നമ്മൾ ക്ഷമയോടുകൂടി നേരിടുന്നുണ്ടോ, അള്ളാഹുവിനോടുള്ള വിശ്വാസം അപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. പിന്നീടുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള സമാധാനമാണ്. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടൂല. സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നമസ്കരിക്കുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് എന്താണ് എൻ്റെ ഓരോ കാര്യത്തിലും, ജീവിതത്തിലെ ഓരോ കാര്യത്തിലും എനിക്കെന്തോ ഒരു തിടുക്കം, ഒരു സമാധാനം കിട്ടുന്നില്ല. വേഗം വേഗം പലതും തീർത്തു പോകണം, അതിന് സമയമില്ല ഇതിന് സമയമില്ല എന്നൊക്കെ തോന്നുന്നത് പോലെ ഒരു സമാധാനക്കേട്. നിങ്ങൾ നമസ്കരിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സന്തോഷവും സമാധാനവും. അതിൽ കൂടുതലൊന്നും നമ്മൾ ഈ പണവും അങ്ങനെ പലതും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ്, അല്ലേ? ആ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുന്നില്ല. ഞാൻ എത്രയൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഖുർആന് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്, എന്നിട്ടും എന്താണ് എനിക്ക് സമാധാനം ലഭിക്കാത്തത്? ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും എനിക്ക് സമാധാനം ലഭിക്കുന്നില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ നമസ്കാരമായാലും നിങ്ങളുടെ പ്രാർത്ഥനയായാലും ഖുർആൻ പാരായണമായാലും, ഇതിനൊക്കെ നിങ്ങൾ കൊടുക്കുന്ന ആ സമയം, നിങ്ങൾ കണ്ടെത്തുന്ന ആ സമയം സമാധാനത്തോടു കൂടി കൊടുക്കുന്നതാണ്. നമ്മൾ പെട്ടെന്ന് നമസ്കാരം തീർത്ത് എനിക്കിത് കഴിഞ്ഞൊരു ജോലിയുണ്ട്, കാരണം ആ ജോലി ചെയ്താലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്നൊരു ചിന്ത നമ്മളുടെ ഉള്ളിലുണ്ട്. അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് നമസ്കാരം തീർത്തുകൊണ്ടും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താതെ പെട്ടെന്ന് അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പ്രാർത്ഥിച്ച ശേഷം ആ നമസ്കാരപ്പായിൽ നിന്ന് എണീച്ച് പോകാനും മറ്റു കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാനും നമ്മൾ സമയം കണ്ടെത്തുന്നു. എന്നാൽ അള്ളാഹുവിന് നമ്മൾ കൊടുക്കുന്ന സമയം, അത് നമസ്കാരമായാലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയമായാലും, ആ സമയം നമ്മൾ സമാധാനത്തോടു കൂടി കൊടുത്തു നോക്കിയിട്ടുണ്ടോ? നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം സാവധാനത്തിൽ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരത്തിൽ നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിനോടാണ്. ആ സമയം നമ്മൾ ധൃതി കൂട്ടി അടുത്ത ഒരു വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ധൃതിയിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ ജീവിതത്തിലെ പല കാര്യങ്ങളിലും നമ്മുടെ താളം തെറ്റും. നമുക്കതിലൊക്കെ ധൃതി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ നമസ്കരിക്കുമ്പോൾ, നിങ്ങൾ നമസ്കാരമായാലും നിങ്ങൾ ഖുർആൻ ഓതുന്നതായാലും നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായാലും, ഏത് വിധത്തിലാണോ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്തുന്നത്, നമസ്കാരത്തിന് നമുക്ക് ഏറ്റവും കൂടിയത് വേണ്ടി വരെ 5-10 മിനിറ്റ് മാത്രമാണ്. നമുക്കൊരു സിനിമ കാണാൻ ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂർ 2.5 മണിക്കൂറുണ്ട്. അതിനുവേണ്ടിയൊക്കെ നമ്മൾ സമാധാനത്തിൽ അതിലായി മുഴുകിയിരിക്കുന്നുണ്ട്. സിനിമ കാണുമ്പോഴായാലും TV ഷോകൾ കാണുമ്പോഴായാലും കളികൾ കാണുമ്പോഴായാലും അതൊക്കെ മറ്റു പല പരിപാടികളിലായാലും നമ്മൾ അതിൽ മുഴുകിയിരിക്കാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം സമാധാനത്തോടു കൂടി, മറ്റൊരു കാര്യത്തെ പറ്റിയും ചിന്തയില്ലാതെ, ഇനി ഇത് കഴിഞ്ഞ് എനിക്ക് അതിലേക്ക് കടക്കാനുണ്ട് എന്ന ചിന്തയില്ലാതെ, ഈ നമസ്കാരം ഏറ്റവും നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി ഞാൻ തീർത്ത ശേഷമേ അടുത്ത കാര്യത്തിലേക്ക് ഞാൻ കടക്കുള്ളൂ എന്ന് ചിന്തിച്ച് ആ രീതിയിൽ നിങ്ങൾ നമസ്കരിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളുടെ നമസ്കാരം സമാധാനപൂർണമായി കഴിഞ്ഞാൽ, നമ്മുടെ നമസ്കാരവും നമ്മുടെ പ്രാർത്ഥനകളും സമാധാനത്തിലുള്ളതായി കഴിഞ്ഞാൽ ജീവിതത്തിലെ പല കാര്യങ്ങളിലും നമുക്ക് ഏറെ സമാധാനം കിട്ടിത്തുടങ്ങും. സന്തോഷത്തോടുകൂടി, മനസ്സ് സംതൃപ്തിയോടുകൂടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന നമസ്കാരം, ഞാൻ പറയുന്നു, നമ്മൾ നമസ്കരിക്കുന്നത് പലരും വളരെ വേഗതയിൽ നമസ്കരിക്കുന്നുണ്ടാവും. സൂറത്തുകളും ഫാത്തിഹയും പ്രാർത്ഥനകളും എല്ലാം വളരെ വേഗത്തിലാക്കിക്കൊണ്ട് നമസ്കരിക്കുന്നുണ്ടാവും. എല്ലാം വളരെ സാവധാനത്തിൽ അള്ളാഹുവിനോട് പറയുന്ന കാര്യങ്ങളാണ് എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെ പതുക്കെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മളുടെ ഫാത്തിഹയും നമ്മുടെ ഓരോ കാര്യങ്ങളും പിന്നീട് പതുക്കെയായി തുടങ്ങും. നമുക്ക് ആ സ്പീഡ്, നമ്മുടെ ആ വേഗത, നമ്മുടെ അടുത്ത പ്രവൃത്തിയിലേക്ക് കടക്കാനുള്ള ആ വേഗത അത് നമ്മുടെ കുറയും. നമുക്ക് എന്തൊരു കാര്യത്തിലേക്കും, ഞാനിനി ഏതൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോഴും എൻ്റെ നമസ്കാരം കഴിഞ്ഞ് ആ നമസ്കാരം വളരെ സമാധാനത്തോടു കൂടി മനസ്സിനെ വളരെ ശുദ്ധീകരിച്ചെടുക്കാൻ ആ നമസ്കാരത്തിന് കഴിയുന്നുണ്ട്, അല്ലേ?
നമ്മുടെ മനസ്സ് കാമായി തുടങ്ങുന്ന സമയമാണത്, അല്ലേ? മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടുന്ന സമയമാണ് ആ നമസ്കാരം. അതും നമ്മൾ സമാധാനത്തിൽ നിർവഹിച്ചെങ്കിൽ മാത്രം, നമ്മൾ എത്ര വേഗതയിൽ നിർവഹിക്കുന്നുവോ അതിനനുസരിച്ച് മറ്റ് നമ്മളുടെ പല പ്രവർത്തനങ്ങളിലും തകിടം മറിയും. മറ്റ് പല പ്രവർത്തനങ്ങളും തകിടം മറിയും. അതിനെല്ലാം നമുക്ക് സമയം കിട്ടാതെ വരും. നമ്മൾ കൊടുക്കുന്ന, അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്ന ഈ സമയം വളരെ സമാധാനത്തോടു കൂടി കൊടുത്തു നോക്കിയിട്ടുണ്ടോ? നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം വളരെ സാവധാനത്തിൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയമായാലും വളരെ സാവധാനത്തിൽ, അള്ളാഹുവിനോട് കൊടുക്കുന്ന സമയം, അള്ളാഹുവിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയം അത്രയും സമാധാനത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ജീവിതത്തിലെ പല പ്രവർത്തനങ്ങളിലും നമുക്കേറെ സമാധാനം ലഭിക്കും. പലർക്കും അത് ചെയ്തു നോക്കി അറിയാൻ കഴിയുന്നുണ്ടാവും. ഞാൻ എൻ്റെ നമസ്കാരത്തിൽ അത്രയേറെ സമാധാനം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പല പ്രവർത്തനങ്ങളിലും എനിക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, അള്ളാഹുവിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കണ്ടെത്താനാവണം. നിങ്ങൾക്ക് അവിടെ സമാധാനം കണ്ടെത്താനാവണം. നമുക്ക് അവിടെ ഒരു ടെൻഷനാണ്, നമുക്ക് എവിടേക്കെങ്കിലും പോകാണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യാണ്ടാവും. അതിനുവേണ്ടി പെട്ടെന്ന് എൻ്റെ നമസ്കാരം ഞാൻ തീർക്കണം. അത് കഴിഞ്ഞ് സുന്നത്ത് നമസ്കരിക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടായിന്ന് വരില്ല. കാരണം നമുക്കിത് കഴിഞ്ഞ് വേറൊരു കാര്യം ചെയ്യാണ്ട് നമ്മൾ ഓർക്കുന്നില്ല. ആ കാര്യം ഞാൻ സമാധാനത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് ഞാൻ കൊടുക്കുന്ന സമയം സമാധാനത്തിൽ കൊടുക്കണം. അള്ളാഹുവിന് വേണ്ടി ഞാൻ നിർവഹിക്കുന്ന ഈ നമസ്കാരം വളരെ സമാധാനത്തോടു കൂടി ഞാൻ നിർവഹിക്കണം. എന്നാലേ എൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പല കാര്യങ്ങളും, ഞാൻ ഈ നമസ്കാരം കഴിഞ്ഞ് എന്താണോ ചെയ്യാൻ നിയ്യത്തെടുത്തിട്ടുള്ളത് ആ ചെയ്യുന്ന കാര്യത്തിൽ പോലും നമുക്കൊരു സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന ആ സമയത്തിലും നമുക്ക് സമാധാനം വേണം. ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥനയിലായാലും അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമല്ല, അല്ലേ? ശരിയല്ല? നമുക്ക് എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്ട്, എത്രയോ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് അള്ളാഹുവിനോട് അൽഹംദുലില്ലാ എന്ന് പറയാണ്ട്, അള്ളാഹുവിനോട് നന്ദി പറയാൻ എത്രയോ കാര്യങ്ങളുണ്ട്. ഇതിനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. നമ്മൾ ശരിക്കൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മറ്റു പലതിനും സമയം ഉണ്ടായിന്ന് വരില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്കും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തി തുടങ്ങിയാൽ നമുക്ക് എത്രയേറെ അനുഗ്രഹങ്ങളാണ് ഈ ലോകത്ത് അള്ളാഹു നൽകിയിട്ടുള്ളത്. മറ്റു പലർക്കും ഇല്ലാത്ത എത്രയേറെ അനുഗ്രഹങ്ങളാണുള്ളത്. ആ അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് എപ്പോഴും പരാതികളാണുള്ളത്, അല്ലേ? നമ്മൾ പരാതികൾ പറയുകയാണ്, നമുക്കില്ലാത്തതിനെ പറ്റിയുള്ള പരാതികളാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിനോട്. പക്ഷേ നമുക്ക് ലഭിച്ച ഈ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് സമാധാനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സമാധാനം കണ്ടെത്തണം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തികളിൽ നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് സമാധാനം തന്നെ കടന്നു വരും. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയും, അത് സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി എനിക്കിത് ചെയ്യാൻ കഴിയുന്നു എന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. പക്ഷേ നമ്മൾ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്ന ഈ സമയം സമാധാനത്തോടു കൂടി നമ്മൾ കൊടുക്കണം. സാവധാനത്തിൽ നമ്മൾ ചെയ്തു തുടങ്ങണം ഓരോ കാര്യങ്ങൾ. അത് നമസ്കാരത്തിന് വേണ്ടി കൊടുക്കുന്നതായാലും, ഈ നമസ്കാരം കഴിഞ്ഞ് വേഗം ഒരു സ്ഥലത്തേക്ക് ഓടണം എന്ന നിയ്യത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്കൊരു സമാധാനം ലഭിച്ചു എന്ന് വരില്ല. നിങ്ങളുടെ മനസ്സിന് ഒരു സംതൃപ്തി ലഭിച്ചു എന്ന് വരില്ല. ശരിയല്ലേ? എന്നാൽ നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന ആ സമയം നല്ല സമാധാനത്തോടു കൂടി അള്ളാഹുവിനോട് നല്ലോണം മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിലൊക്കെ എന്തോ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ കൊടുക്കുന്ന സമയത്തിനനുസരിച്ചാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ സമയങ്ങളും. നമ്മൾ കൊടുക്കുന്ന സമാധാനം, നമ്മൾ എത്രത്തോളം അള്ളാഹുവിലേക്ക് കൊടുക്കുന്ന സമയം, അതിനെത്രത്തോളം നമ്മൾ വില കൽപ്പിക്കുന്നു അതിനനുസരിച്ച് അള്ളാഹു നമ്മൾക്ക് ഓരോ ഹൈറുകൾ വർഷിപ്പിച്ചു തരും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു തരും. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു കേട്ടു തുടങ്ങണമെങ്കിൽ നമ്മൾ ധൃതിയിൽ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ധൃതിയിൽ ഒരാളോട് ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും? എന്നാൽ അയാൾ സമാധാനത്തിൽ നമുക്ക് വേണ്ടി അയാൾ സമയം കണ്ടെത്തുന്നുണ്ട് എന്ന് നമുക്ക് തോന്നി തുടങ്ങിയാൽ നമ്മൾ ആ സമയത്തിനൊരു വാല്യൂ നമ്മൾ കൊടുക്കൂലേ? അതുപോലെ തന്നെയല്ലേ അള്ളാഹു നമുക്ക് തരുന്നുണ്ടാവുക. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വളരെ വേഗതയിൽ അള്ളാഹു എനിക്കത് തരണം, ഇത് തരണം, അള്ളാഹു ഞാനത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നീച്ചു പോകുന്നതിന് പകരം അള്ളാഹുവിനെ അറിയാം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്. അള്ളാഹു അവിടെ പരീക്ഷിക്കുന്നത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടോ എന്നാണ്. അള്ളാഹുവിനോട് ഈ കാര്യങ്ങൾ പറയാനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളതാണ് അള്ളാഹു നമ്മളെ അവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹുവിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നറിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അള്ളാഹുവിന് നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളും ഓരോ ചിന്തകളും അള്ളാഹു അറിയുന്നുണ്ട്. ആ ചിന്തകൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. ആ ആഗ്രഹങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം.
ആ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ സമാധാനം കണ്ടെത്തി ചോദിക്കണം. നമ്മൾ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്, അതിൽ നമ്മൾ ധൃതി കാട്ടരുത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം അത്രയേറെ നമ്മൾ അള്ളാഹുവിന് സമയം കൊടുക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന് തോന്നണം. ആ സമയത്തിന് നിങ്ങൾ വില കൽപ്പിക്കണം. എങ്കിലേ അള്ളാഹു നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് വില കൽപ്പിക്കൂ. ശരിയല്ലേ? നമ്മൾ അള്ളാഹുവിനോട് വളരെ ധൃതിയിലാവും പല കാര്യങ്ങളും പറയുന്നുണ്ടാവുക. കാരണം നമ്മുടെ മനസ്സിലെപ്പോഴും ഇത് കഴിഞ്ഞ് എനിക്ക് അങ്ങോട്ട് പോകാനുണ്ടല്ലോ, എനിക്ക് ആ കാര്യം ചെയ്യാനുണ്ടല്ലോ, വേഗത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞ് എണീച്ച് പോകാനുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം അള്ളാഹുവിനോട് വളരെ സമാധാനത്തിൽ, വളരെ സാവധാനത്തിൽ നമ്മൾ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? അള്ളാഹുവിന് വേണ്ടി നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്ന ആ സമയമാണ്, മാറ്റി വെച്ചിരിക്കുന്ന ആ സമയമാണ്. ആ സമയത്ത് നമ്മൾ സമാധാനത്തിൽ അവിടെ ഇരിക്കുക. അള്ളാഹുവിനോട് നമ്മുടെ ഇഷ്ടം തുറന്ന് പറയാം. നമ്മളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുക. വളരെ ഇഷ്ടത്തോടു കൂടി സംസാരിക്കുക. കുറേ പരാതികൾ ബോധിപ്പിക്കുക എന്നതിന് പകരം അള്ളാഹുവിനോട് ഇഷ്ടപ്പെട്ടൊന്ന് സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളോട് സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് സമയം കണ്ടെത്തി അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് സംസാരിച്ച്, നമ്മൾ ചെയ്തു പോയ തെറ്റുകളാണെങ്കിലും നമ്മളുടെ പാപമോചനമാണെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള നന്ദി പറച്ചിലാണെങ്കിലും ഒരുപാട് സമയം കൊടുത്ത് നമ്മൾ ചെയ്തു നോക്കി. ഞാൻ പറയുന്നത് ഒരുപാട് സമയം നിങ്ങൾ അതിനായിരിക്കണം, നിങ്ങൾ എല്ലാ സമയവും അതിനായി മാറ്റി വെക്കണം എന്നതല്ല. കൊടുക്കുന്ന ആ സമയം വളരെ സമാധാനത്തോടു കൂടി, മറ്റൊരു ധൃതിയും ഇല്ലാതെ, മറ്റൊരു കാര്യത്തിനും വേണ്ടി ധൃതി പിടിക്കാതെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്കത് അറിഞ്ഞു തുടങ്ങും, നിങ്ങൾക്ക് സമാധാനം ലഭിച്ചു തുടങ്ങും. അത് നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുക. അള്ളാഹുവിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ആ കുറച്ച് സമയമാണെങ്കിലും, ഞാൻ പറഞ്ഞു 5-10 മിനിറ്റാണ് നമ്മൾ നമസ്കാരത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത്. ആ നമസ്കാരം തന്നെ നമ്മൾ ധൃതി പ്രകാരം നിർവഹിച്ചാൽ, നമ്മൾ അതിന് ധൃതി കൂട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളുടെ ഓരോ കാര്യങ്ങളിലും അത്ര വില കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ അള്ളാഹുവിന് വേണ്ടി വില കൽപ്പിച്ച ഒരു സമയം നമ്മൾ അള്ളാഹുവിന് മാറ്റി വെക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ മാറ്റിവെച്ചാൽ നമ്മളുടെ ഓരോ പ്രാർത്ഥനകളും അള്ളാഹുവിന് അത്രയും വില മതിച്ചതായി മാറും. അപ്പോൾ അള്ളാഹു നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകൾക്കും വില കൽപ്പിക്കും. നിങ്ങൾ അള്ളാഹുവിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ വില കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളിലും അത്രയേറെ വില കൽപ്പിക്കും. നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ അള്ളാഹുവിലേക്ക് നടന്നെടുത്താൽ അള്ളാഹു നിങ്ങളിലേക്ക് ഓടിയെടുക്കും. അള്ളാഹു അത്രയേറെ കരുണുള്ളവനാണ്. ആ അള്ളാഹു നിങ്ങളുടെ ഓരോ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾക്ക് പുണ്യം തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നന്മ വർഷിപ്പിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് അങ്ങനെ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളോട് നമസ്കാരമാണ് ഏറ്റവും നിർബന്ധമായിട്ട് നിർവഹിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ നമസ്കാരം നമുക്ക് നിന്ന് നിർവഹിക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ നമുക്ക് ഇരുന്ന് നിർവഹിക്കാം, ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം. ഇനി ഇരുന്നു കൊണ്ടും നിനക്ക് പറ്റില്ലെങ്കിൽ നിനക്ക് കടന്നുകൊണ്ട് നമസ്കരിക്കാം. ഈ കടന്നുകൊണ്ടും നിന്റെ കൈ അനങ്ങുന്നില്ലെങ്കിൽ നീ മനസ്സിൽ നമസ്കരിച്ചാൽ മതി. അങ്ങനെ അള്ളാഹു ഓരോ കാര്യങ്ങളിലും നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിട്ടുണ്ട്. അള്ളാഹു ഒരിക്കലും അവിടെ ഒരു കർശനമായി പറഞ്ഞു തന്നിട്ടില്ല, നിന്റെ കാലിന് എന്ത് പറ്റിയാലും നീ നിന്ന് തന്നെ നമസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു നമുക്ക് ഓരോ കാര്യത്തിലും അങ്ങനെ അത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നമസ്കാരത്തിലൂടെയും അള്ളാഹു ആഗ്രഹിക്കുന്നത് നമുക്കുള്ള നന്മ വർഷിപ്പിക്കലാണ്. ആ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ആ കടക്കപ്പാഴയിൽ കടന്നുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിലും, ആ കടത്തത്തിൽ നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് പുണ്യം കുറയും എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അവിടെയും നിങ്ങൾക്ക് നമസ്കാരത്തിന് ലഭിക്കുന്ന ആ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹു ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ നിങ്ങൾക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്. ആ ഇളവുകളെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പുണ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഒതു കൊടുക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നും നമ്മൾ ഒതു കൊടുക്കുമ്പോൾ നമ്മൾ കഴുകി കളയുന്ന ആ വെള്ളത്തിൽ പോലും അള്ളാഹു നമുക്ക് പുണ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാലേ, നമ്മൾ പടച്ചവനിലേക്ക്, നമ്മൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി നടന്നു പോകുന്ന ആ സമയം ഓരോ കാലടിയിലും നമ്മളുടെ പുണ്യം വർദ്ധിക്കുകയും നമ്മളുടെ തിന്മകൾ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ നന്മകൾ വർദ്ധിക്കുകയും നമ്മളുടെ തിന്മകൾ കുറഞ്ഞു വരികയും നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും നമ്മളെ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന് അത്രയേറെ ആഗ്രഹം നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് തന്നെയാണ്. നമുക്കേറെ നന്മകൾ ലഭിക്കണം എന്ന് തന്നെയാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കാതെ പോകുന്നത് സമയമാണ്. അള്ളാഹു ഇത്രയേറെ വിട്ടുവീഴ്ചകളും ഇത്രയേറെ ഇളവുകളും നമുക്ക് നൽകിയിട്ടും നമുക്ക് സമയം ലഭിക്കുന്നില്ല. നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെ നമസ്കരിക്കണം, നിങ്ങൾ ജമ്മുവും കസറുമായി നമസ്കരിക്കാനും അങ്ങനെ പല രീതിയിലുള്ള ഇളവുകളും നമുക്ക് നമസ്കാരത്തിലായാലും മറ്റ് പല പ്രവർത്തനങ്ങളിലായാലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെ വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാൻ, വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നമുക്കറിയുന്നില്ല.
ഇത്രയേറെ ഇളവുകൾ എനിക്ക് തന്ന ആ നാഥനോട് ഞാൻ എത്രയേറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. ഇത്രയേറെ ഇളവുകൾ അള്ളാഹു ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ ഒരുപാട് സമയം എനിക്ക് വേണ്ടി തന്നെ ചെലവഴിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. നീ നമസ്കരിക്കുന്ന നമസ്കാരം 1 മണിക്കൂർ നീ നമസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ആ നമസ്കാരത്തിലുള്ള പ്രാർത്ഥനകളും ആ നമസ്കാരം ഏത് രീതിയിൽ നിർവഹിക്കണം എന്നും നമ്മളെ പഠിപ്പിച്ചു. അവിടെയും അള്ളാഹു നമ്മളോട് ഇത്രയും സമയം നീ എനിക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യം അത് നമ്മുടെ കടമയാണ്, നമ്മുടെ കടപ്പാടാണ്. ആ ചെയ്യുന്ന കാര്യം അത്രയും വൃത്തിയിൽ, അത്രയും സമാധാനത്തിൽ, അത്രയും ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മറ്റു പല കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം വന്നു തുടങ്ങും. പലർക്കും ഇത് പരീക്ഷിച്ചാൽ അറിയാൻ കഴിയും. പലർക്കും നമ്മുടെ ജീവിതത്തിൽ ഈ സംതൃപ്തി ലഭിക്കാത്തത്, പല കാര്യങ്ങളിലും ടെൻഷൻ കൂടി വരുന്നതും സമാധാനം ലഭിക്കാത്തതും ഒക്കെ ഉള്ള കാരണം ഒരുപക്ഷെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്ന ആ സമയത്തിൽ നമ്മൾ മാറ്റിവെക്കുന്ന ആ സമാധാനമാവും. നമ്മൾ സമാധാനമല്ലാതെ പെട്ടെന്ന് ധൃതിയിൽ നമ്മൾ നിർവഹിക്കുന്ന ആ നമസ്കാരമാവും. അല്ലേ? നമുക്ക് അവിടെയും നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ധൃതി ഉണ്ട്. നമുക്ക് തോന്നും ഞാൻ നമസ്കരിച്ചു എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ധൃതിയിലല്ല, സമാധാനത്തോടു കൂടി അള്ളാഹുവിന് വേണ്ടി കൊടുത്ത ആ സമയം നല്ല ഇഷ്ടത്തോടു കൂടി ഞാൻ കൊടുത്ത് അള്ളാഹുവിനോട് ഞാൻ നല്ല ഇഷ്ടത്തോടു കൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എഴുന്നേറ്റ് വന്നത് എന്ന് നമുക്ക് ഓർക്കാൻ കഴിയും. നമ്മൾ ചിന്തിച്ചാൽ നമ്മളുടെ നമസ്കാരം ആ രീതിയിലായിരുന്നു. ആ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ആ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തികളിലും അള്ളാഹു നമുക്ക് ഹൈറ് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. കാരുണ്യം അള്ളാഹു വർഷിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി നമ്മളെപ്പോഴും ബോധേഡാവണം. കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ അത് ചെയ്യണം, നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന ആ ബോധ്യം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്, നമുക്ക് വേണ്ടി തന്നെയാണ്. ഒരിക്കലും അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിനോട് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളുടെ ഓരോ കാര്യങ്ങളും എനിക്ക് സ്വർഗം ലഭിക്കണമെന്നും എനിക്ക് ഈ ഇഹലോകത്ത് അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നും എൻ്റെ പരലോക ജീവിതം സ്വർഗത്തിലാക്കണമെന്നും എൻ്റെ പരലോക ജീവിതം നീ ഹൈറാക്കണമെന്നും ആ രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥന മുഴുവൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ ഓരോ ആവശ്യങ്ങളും നമ്മളുടെ ചുറ്റുപാടുമുള്ള ഓരോ കാര്യങ്ങളുമാണ്. അത് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ കണ്ടെത്തുന്ന ആ സമയമാണ്. ആ സമയം നമ്മൾ അള്ളാഹുവിലേക്ക് ഇരിക്കുമ്പോൾ ആ സമയം പോലും നമുക്ക് സമാധാനത്തിൽ കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഒരു ഉറപ്പില്ല. എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ഉറപ്പില്ല. നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇതെന്തായാലും എനിക്ക് തരും എന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും തക്കതായ ഒരു റിസൾട്ട് ഉണ്ടാവും. നമ്മളുടെ ഓരോ പ്രാർത്ഥനയും അള്ളാഹു കേൾക്കുന്നുണ്ട്. നമ്മളുടെ ആ പ്രാർത്ഥന ഏത് രീതിയിലാവണമെന്നും നമ്മൾ അള്ളാഹുവിന് വേണ്ടി കണ്ടെത്തുന്ന ആ സമയം ഏത് രീതിയിലാവണമെന്നും നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ സമയം കൊടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു കടമ വീട്ടുന്നത് പോലെ പെട്ടെന്ന് നമസ്കരിച്ച് നീച്ചു പോകുന്നതിന് പകരം ആ നമസ്കാരം അത്രയേറെ സമാധാനത്തോടു കൂടി അള്ളാഹുവിനോട് ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്തി ആ പ്രാർത്ഥന കഴിഞ്ഞ് സുന്നത്തിനുള്ള സമയം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നമുക്ക് സമാധാനം അനുഭവപ്പെട്ടു തുടങ്ങും. അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. പലപ്പോഴും പലരും പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ കാര്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയണം. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സമാധാനത്തോടു കൂടി അള്ളാഹുവിലേക്ക് എഴുന്നേറ്റ് പോവുകയാണ് എന്ന് നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നോട്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ, ഓരോ കാര്യങ്ങളും നോക്കി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ജീവിതത്തിൽ സമാധാനം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനായി നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കുന്ന സമയം, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കുന്ന സമയം വളരെ സമാധാനത്തോടു കൂടി കൊടുക്കുക. നിങ്ങൾ എന്തായാലും നമസ്കാരത്തിനായി സമയം മാറ്റി വെക്കുന്നുണ്ട്. ആ നമസ്കാരത്തിൽ നിങ്ങൾ മറ്റു പല കാര്യങ്ങളെയും പറ്റി ചിന്തിച്ച് അള്ളാഹുവിന് കൊടുക്കുന്ന ആ സമയം അള്ളാഹുവിനല്ലാതെ പോകുന്നുണ്ട്. അല്ലേ? നമ്മൾ ശരിക്കും ആലോചിച്ചാൽ നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുന്ന സമയം നമസ്കാരത്തിൽ അള്ളാഹുവിനോട് പറയുന്ന പല കാര്യങ്ങളും അള്ളാഹുവിനെ പറ്റി പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലുമില്ല. നമുക്ക് മറ്റു പല കാര്യങ്ങളും ചിന്തിക്കാനുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന ബോധ്യം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമസ്കാരത്തിൽ വേറെ പല ചിന്തകളിലേക്കും പോകൂല. കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോഴാണ് നമുക്ക് പല ചിന്തകളും നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അതൊന്ന് മാറ്റിവെച്ച് നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന സമയം നമ്മൾ നന്ദിയുള്ളവരായി മാറിക്കഴിഞ്ഞാൽ
നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന ആ സമയം നല്ല ഒരു സമയമായി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ പല സമയവും നല്ലൊരു സമയമായി നമുക്ക് മാറിത്തീരും. ഇനി വരാനുള്ള പലതും നല്ലതായി മാറിത്തീരും. പലതിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. നമ്മൾ കൊടുക്കുന്ന ഓരോ സമയത്തിനും നമുക്ക് അതിൻ്റേതായ വാല്യൂ ആണ്. നമ്മൾ കൊടുക്കുന്ന അള്ളാഹുവിന് കൊടുക്കുന്ന ആ സമയത്തെ നമ്മൾ വില കൽപ്പിക്കണം. നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്ന ആ സമയമാണ് എന്ന ബോധ്യം നമ്മളുടെ മനസ്സിൽ വേണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും വന്നു ചേരും. നിങ്ങൾ കൊടുക്കുന്ന സമയത്തെ നിങ്ങൾ സന്തോഷപൂർവ്വവും സമാധാനപൂർവ്വവും സ്നേഹത്തോടെ അള്ളാഹുവിനോട് ഇഷ്ടത്തോടെ പറയാനും നിങ്ങൾക്ക് സമയം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ സമാധാനം വന്നു തുടങ്ങും. ഞാൻ പറഞ്ഞു, 2 രീതിയിലാണ് നമുക്ക് സമാധാനമുള്ളത്. ഒന്ന് അള്ളാഹുവിൻ്റെ പരീക്ഷണമായി വരുന്നതും, മറ്റൊന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും സിമ്പിളായിട്ട് നമുക്ക് ലഭിക്കേണ്ട സമാധാനം പോലും നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും ലഭിക്കാതെ പോവില്ല. നമ്മൾ കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുവിൻ്റെ ആ സമയങ്ങൾക്ക് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല സമയങ്ങളും നമുക്ക് നല്ല ഇഷ്ടത്തോടു കൂടി ഉപയോഗിക്കാൻ കഴിയും. പല കാര്യങ്ങളും ഇഷ്ടത്തോടു കൂടി ചെയ്യാനും സമാധാനത്തോടു കൂടി ചെയ്യാനും നമുക്ക് കഴിയും. ചിലപ്പോൾ പല സ്ഥലത്തേക്ക്, ചിലപ്പോൾ ടൂറൊക്കെ പോകും, പല സ്ഥലത്തേക്കും യാത്ര പോകുന്ന വേളയിൽ പോലും മനസ്സിനൊരു സന്തോഷം, മുഴുവനായ ഒരു സന്തോഷത്തിൽ അത് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അത് നമ്മൾ കൊടുക്കുന്ന സമയങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്ന സമയങ്ങളും ഉണ്ടാവുക. നമ്മൾ കൊടുക്കുന്ന സമയത്തെ അത്രയേറെ വില കൽപ്പിക്കണം. അതും നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അള്ളാഹു തീർച്ചയായും നമ്മളുടെ ഓരോ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. നമുക്ക് എന്ത് വേണമെന്ന് അള്ളാഹുവിനറിയാം. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അള്ളാഹുവിനറിയാം. അത് നമുക്ക് ഇഷ്ടപ്പെട്ട് ചോദിക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് ചോദിച്ചാൽ എനിക്കത് ലഭിക്കും എന്ന ബോധ്യം നമ്മളുടെ ഉള്ളിലുണ്ടായി നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് തരാനും അത് നിങ്ങൾക്ക് വർഷിപ്പിച്ച് തരാനും ഏറെ ഇഷ്ടപ്പെടും. നമ്മൾ അള്ളാഹുവിനായി മാറ്റിവെക്കുന്ന സമയം, നമ്മൾ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്ന ആ സമയം അത്രയേറെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയും കൂടി നമ്മൾ മാറ്റിവെച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിലേറെ സമാധാനം ചുരിയപ്പെടും.